വെൽക്കം ടു ഫിയോൺ ബോട്ടിക്. ഇതൊരു അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയലാണ്. ജോർജറ്റാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ, ഗ്രേ കളറിൽ ബ്ലാക്കും കൂടെ പ്രിൻ്റായി ബാക്കും ഫ്രണ്ടും ഒരുപോലെ പ്രിൻ്റാണ്. ബോട്ടവും ജോർജറ്റാണ്. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഗ്രേ കളറ് ഹാഫായിട്ട് വന്നിരിക്കുന്നു. ഇതിൻ്റെ എൻഡ് പോർഷനിലേക്ക് ആ വർക്കും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കും. ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരുന്നത്. നല്ല നല്ല ഭംഗിയായിട്ട് ബാക്കും ഫ്രണ്ടും ഒരുപോലെ പ്രിൻ്റാണിത്. ഇതിൻ്റെ ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് പോർഷൻ വരുന്നത്. നല്ല ഭംഗിയായിട്ട് ജോർജറ്റ് പോലെ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കിടന്നോളും. ബോട്ടവും ഈ കളർ വരുന്നു. ഇങ്ങനെയാണ് ഇത് വരുന്നത് മെറ്റീരിയൽ. ഇതൊരു ചന്തേരി സിൽക്കാണിത്. ചന്തേരി സിൽക്ക്. ഇങ്ങനെയാണ് യോക്ക് പോർഷൻ വരുന്നത്. യോക്ക് പോർഷനിൽ ബീഡ്സ് വർക്കാണ്. ഇങ്ങനെ ബീഡ്സ് വർക്കാണ് വരുന്നത് യോക്ക് പോർഷനിൽ. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. നിറയെ പ്രിൻ്റായിട്ട് സൈഡ് സ്കാലപ്പും ചെയ്ത് സൈഡിൽ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 1699 രൂപയാണ്. ഇതിൻ്റെ ബോട്ടം പീസ് സാന്തൂണാണ്. ഇതിങ്ങനെ വരുന്നൊരു ലൈറ്റ് ലാവണ്ടർ കളറാണിത്. ഇനി മറ്റൊരു പീസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഈ സ്ട്രൈപ്സ് കീഴ്പോട്ടേക്കായിട്ടും ഡിസൈൻ ചെയ്യാം. ഇതേ രീതിയിലും നമുക്ക് ഇങ്ങനെയും ഡിസൈൻ ചെയ്യാം. അതിനുള്ള മെറ്റീരിയൽ അളവുണ്ട്. ഇതിന് നല്ല ലെങ്ത്തും ഉണ്ട്, വിഡ്ത്തും ഉണ്ട്. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് 1295 രൂപയാണ്. ഇതിൻ്റെ ബോട്ടം പീസും സെമി സിൽക്കാണ് കേട്ടോ ഈ മെറ്റീരിയൽ. ഇത് ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്.